ഏവർക്കും നമസ്തേ. PMTV പബ്ലിഷിംഗ് ഹൗസ് സൈക്കിക് മീഡിയം തെരേസ എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ടിറ്റി വർഗീസ്, ഒഫീഷ്യൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻറ്റ് ആൻഡ് ഓൾസോ CEO ഓഫ് PMTV പബ്ലിഷിംഗ് ഹൗസ് സൈക്കിക് മീഡിയം തെരേസ എന്നറിയപ്പെടുന്നു. ടാരോ കൺസൾട്ടേഷനോ അതല്ലെങ്കിൽ സോൾ കമ്മ്യൂണിക്കേഷനോ ആവശ്യമുള്ള ആളുകൾ, അതല്ലെങ്കിൽ എൻ്റെ ഓട്ടോബയോഗ്രഫി വേണ്ട ആളുകൾ താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. ദയവായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഴുവൻ പേരും, ഏജും, പ്ലേസും, ജോബും, എന്തിനാണ് കോൺടാക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ വാട്സപ്പിലൊന്ന് ടൈപ്പ് ചെയ്തിടുകയാണെങ്കിൽ നന്നായിരുന്നു. കാരണം വോയിസ് ഇട്ട് കഴിഞ്ഞാൽ പലപ്പോഴും അത് കേൾക്കാനായിട്ടുള്ളൊരു സമയത്തിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഞാൻ ഒഫീഷ്യലായിട്ട് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റ്, അപ്പോൾ എനിക്ക് രാവിലെ മുതൽ രാത്രി വരെയൊക്കെ വർക്ക് കാണും. അതിനിടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിലാണ് നിങ്ങൾക്ക് എനിക്ക് റിപ്ലൈ തരാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ദയവീത് നിങ്ങളുടെ ഒരു ക്ഷമ അതിനുണ്ടായിരിക്കണം റിപ്ലൈ കിട്ടുന്നത് വരെ. ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആദരണീയനായ ഡോക്ടർ ബിജു ശാരദ പത്മനാഭൻ സാറിനെ പറ്റി സംസാരിക്കുവാനും അദ്ദേഹം എൻ്റെ ബുക്കിന് നൽകിയ ഫോർവേഡ് നിങ്ങൾക്ക് മുമ്പിൽ വായിച്ചു കേൾപ്പിക്കുവാനുമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ബിജു സാർ എന്ന് പറയുന്നത് ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒരു 1,00,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ നേതൃത്വം തന്നെ വഹിക്കുന്ന മഹനീയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നു. സാറിൻ്റെ ചാനലിലും ഞാൻ ഇൻ്റർവ്യൂസ് നൽകാറുണ്ട്, സാറ് എൻ്റെ ചാനൽസിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വളരെ സുദൃഢമായ ശക്തമായ ഒരു വലിയ സഹോദര ബന്ധമാണ് ഞാനും ബിജു സാറും തമ്മിലുള്ളത്. അപ്പോൾ എൻ്റെ ഓട്ടോബയോഗ്രഫി പുറത്തു വരുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ ഞാൻ ബിജു സാറിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, സാറിൻ്റെ ബുക്ക് എഴുതണം എന്നുള്ളത്. അപ്പോൾ സാറ് പറഞ്ഞു, ആദ്യം മാമിൻ്റെ ബുക്ക് എഴുതും, അതിന് ശേഷം ഞാൻ എൻ്റെ ബുക്ക് എഴുതാം. അപ്പോൾ അങ്ങനെ ആദ്യം ഫസ്റ്റ് ഞാൻ എൻ്റെ ബുക്ക് എഴുതി. അത് PMTV പബ്ലിഷിംഗ് ഹൗസിൻ്റെ അണ്ടറിൽ നമ്മൾ പ്രസിദ്ധീകരിച്ചു. പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എൻ്റെ തന്നെ കമ്പനിയാണ്. അതുകൂടാതെ അത് വേൾഡ് വൈഡ് പബ്ലിഷ് ചെയ്തു. ഇന്ത്യയിൽ മാത്രമല്ല, നമുക്ക് ലോകത്തിലുള്ള ആളുകൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ആ ബുക്ക് ബുക്കായിട്ടും അതല്ലെങ്കിൽ പ്രിന്റ് ആയിട്ടും വാങ്ങിക്കുവാനുള്ള ഒരു ഫെസിലിറ്റി അറേഞ്ച് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ബിജു സാറ് നൽകിയ വളരെ മനോഹരമായ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ഫോർവേഡ് ഉണ്ട്. ജീവിതത്തിൽ യാദൃശ്ചികമായിട്ടാണോ കാര്യങ്ങൾ സംഭവിക്കുന്നത്? കേവലമായ ആകസ്മികതകളായി എഴുതിത്തള്ളാനാകുമോ സംഭവ പരമ്പരകളുടെ ഈ അവിരാമ കൽപ്പനകൾ? ദൈനംദിന നടപടികളുടെ വ്യത്യസ്ത ഘടകങ്ങൾ ശ്രദ്ധിക്കാൻ ഒരാൾക്ക് കൗതുകം തോന്നിയേക്കാം. ചിലപ്പോൾ ജീവിതം വളരെ യുക്തിരഹിതമായി തോന്നാം. നിങ്ങൾ ജീവിതത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ബന്ധിപ്പിക്കുന്ന ചില ലിങ്കുകൾ നിങ്ങൾക്ക് കണ്ടെത്തുവാനും സാധിക്കും. അതെ, പല ഇഴകളുടെയും സൂക്ഷ്മമായ നെയ്ത്ത്. മെറ്റാഫിസിക്സിലും അനുബന്ധ പഠനങ്ങളിലും എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിന് അതിശയകരമായ ഒരു ഒഴുക്കുണ്ടായിരുന്നു. അറിവിനായുള്ള അനന്തമായ അന്വേഷണവുമായി എപ്പോഴും തുടരുന്ന ആളുകളുണ്ട്. അവർ കഠിനമായി പരിശ്രമിക്കുന്നു. ഒടുവിൽ അവരുടെ ആ അന്വേഷണം അവരെ അതിൻ്റെ ദിശയിൽ എത്തിക്കും. അവർ അത് കണ്ടെത്തും. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ മുഴുവൻ ജീവിത നാടകവും ഒന്നിനു പുറകെ ഒന്നായി വ്യത്യസ്ത സംഭവങ്ങളുടെ ഒരു മെട്രിക്സായി തോന്നാം. ചിലരെ കർമ്മ ഡൈനാമിക്സ് അതിൻ്റെ വലയിൽ ബന്ധിപ്പിച്ച് ആ ഗെയിം ആവർത്തിക്കുന്നു. എന്നാൽ ഒരാൾക്ക് ഒരു ഗെയിം ചേഞ്ചർ ആകാം. നിങ്ങൾ അങ്ങനെ ആയിരിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിരവധി ആളുകൾ ദൈവിക ദൂതരായി നിങ്ങളുടെ അടുക്കൽ വരും. ഒരു ദിവസം വടക്കൻ യൂറോപ്പിലെ ഒരു വിദൂര ഭൂഖണ്ഡത്തിൽ നിന്ന് എനിക്ക് ഒരു കോൾ ലഭിച്ചു. പ്രപഞ്ചം ഗൂഢാലോചന നടത്തി ബന്ധിപ്പിക്കുന്ന കണ്ണികളായിരുന്നു ആ ടാരറ്റ്. അന്നു മുതൽ ഡോക്ടർ ടിറ്റി വർഗീസും ഡോക്ടർ വിഷ്ണു മുരളീധരനും എൻ്റെ ആത്മബന്ധുക്കളായി. വികാരങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ വാക്കുകൾ കുറയുന്നു. അനേകം അന്യദേശങ്ങളിലേക്കും അതിശയകരമായ മണ്ഡലങ്ങളിലേക്കും ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അയാഥാർത്ഥമായ ഒരു യാത്രയിലേക്ക്. നമ്മുടെ ഇടങ്ങളിലും പരിസരങ്ങളിലും സമാനതകളില്ലാത്ത ലോകങ്ങളുണ്ട്. ഈ വ്യക്തിത്വം അതിരുകടന്നതിനെ, അതായത് മനുഷ്യനെയും ദൈവീകതയെയും ബന്ധിപ്പിക്കാൻ പരമപ്രധാനമായ ശ്രമങ്ങൾ നടത്തുന്നു. ഈ പുസ്തകം അത്തരത്തിൽ നിയോഗിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. അറിവിൻ്റെ വാതായനങ്ങൾ നമുക്കായി ഈ ബുക്ക് തുറക്കുന്നു. ഇത് നാം ഏവർക്കും ഒരു വലിയ വെളിപാടും നമ്മുടെ ആത്മീയ പാതയിലെ വഴികാട്ടിയും ആവട്ടെ. അങ്ങനെ ഈ ബുക്ക് കൂടുതൽ ആത്മീയ വഴി യാത്രക്കാരെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കട്ടെ
ഈ പുസ്തകം എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കട്ടെ. കൂടുതലൊന്നും പറയാനില്ല. ഈ ഒരു ബുക്കിലെ എല്ലാ പേജുകളും, ഓരോ പേജുകളും നിങ്ങൾക്കായി മാത്രമുള്ളതാണ്. പ്രപഞ്ചം നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം, ബിജു ശാരദ പത്മനാഭൻ. അപ്പോൾ 2023 ഫെബ്രുവരി മാസത്തിൽ വിഷ്ണു സാറിൻ്റെ ബുക്ക് ഡൽഹിയിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എത്തിയപ്പോഴാണ് ആദരണീയനായ ബിജു സാറിനെയും അതുകൂടാതെ തന്നെ അജിത മാഡത്തിനെയും മറ്റുള്ള ഒരുപാട് ആളുകളെയും ഒക്കെ നേരിട്ട് കാണുവാനുള്ള ഒരു ഭാഗ്യം എനിക്കും ഉണ്ടായത്. അപ്പം അന്ന് ഞാൻ വരുന്ന സമയത്ത് ബിജു സാറിന് ഞാൻ വരച്ച ഒരു പെയിൻറ്റിങ് ഗിഫ്റ്റായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ചിത്രമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബിജു സാറ് എഴുതി തന്ന ഒരു ഫോർവേഡ് എന്ന് പറയുന്നത് അങ്ങേയറ്റം ഹൃദയസ്പർശിയായിരുന്നു. ആ ഒരു ബന്ധം ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം എൻ്റെ ബുക്കിന് വേണ്ടി ഫോർവേഡ് എഴുതി തന്ന ആദരണീയനായിട്ടുള്ള ലെനിൻ വർഗീസ് സാറുണ്ട്, ഡോക്ടർ രാഹുൽ, ഡോക്ടർ ലക്ഷ്മി, അഡ്വക്കേറ്റ് അജിത് മാഡം ഉണ്ട്, വിഷ്ണു സാറുണ്ട്. എല്ലാവർക്കും ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ്. കൂടുതൽ നല്ല മനോഹരമായിട്ടുള്ള ഡിസ്കഷൻസും ടോപ്പിക്സും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. അതോടൊപ്പം പ്രത്യേകമായിട്ട് ഞാൻ എഗെയിൻ പറയുകയാണ്, തിരികെ പോകുന്നതിന് മുൻപ് എൻ്റെ ക്ലയൻസിനും അതുകൂടാതെ നേരിട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്കും വേണ്ടി കൊച്ചിയിൽ ജനുവരി ഒരു 2nd വീക്കിൽ, എസ്പെഷ്യലി ജനുവരി 12-ാം തീയതി സൺഡേ ആണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു സമയത്തേക്ക് ഒരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു 45 പേർക്കൊക്കെ ഇരിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉള്ളൂ. അതിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ, ദൂരെ നിന്നും വരുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് നേരത്തെ ഇൻഫോം ചെയ്യണം. അല്ല, ഇപ്പോൾ ട്രിവാൻഡ്രത്ത്, കൊല്ലം ആ ഒരു ഏരിയയിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ഞാൻ വരണമെങ്കിൽ നമുക്ക് അങ്ങനെയും അറേഞ്ച് ചെയ്യാം. അപ്പം അതുകൊണ്ട് പ്രധാനമായിട്ടും ഈ 2 ലൊക്കേഷൻസ് ആണ്. ഇനിയിപ്പോൾ കോട്ടയത്തുള്ള ആളുകൾക്കാണെങ്കിൽ നമുക്ക് കോട്ടയത്തിനെ പറ്റിയും ചിന്തിക്കാം. അപ്പം 3 പ്രധാനപ്പെട്ട ലൊക്കേഷൻസ് ആണ്. ഒന്ന് കൊച്ചി, കോട്ടയം, ട്രിവാൻഡ്രം. അപ്പോൾ ഈ 3 ലൊക്കേഷൻസിലും കൊച്ചി കൺഫേം ആണ്. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നേരിട്ട് കാണാനോ സംസാരിക്കാനോ അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയോ കൺസൾട്ടേഷന് വേണ്ടിയൊക്കെ താല്പര്യപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ഗൂഗിൾ ഫോം അയച്ചു തരാം. നമുക്കത് അങ്ങനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് വാങ്ങിക്കുവാനും വായിക്കുവാനും ഈ ഇൻഫർമേഷൻസ് മറ്റുള്ളവരിലേക്ക്, ജെനുവിനായിട്ടുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുവാനും തീർച്ചയായിട്ടും ശ്രമിക്കുക. താങ്ക് യു.